ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കൽക്കി സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ഏറ്റെടുത്തേക്ക് അനിയത്തിയുണ്ട്. അപ്പോൾ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, നമ്മൾ വീണ്ടും കെ സിനിമാസിലാണ് വന്നിരിക്കുന്നത് കൽക്കി സിനിമ കാണാനായിട്ട്. 3D ആണ് കേട്ടോ. കൽക്കി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? സൂപ്പർ പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ സിനിമ. അപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തെങ്കിലും? ഇതാണ് എൻ്റെ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് അഭിപ്രായം അല്ലേ? അതെ. ഓക്കെ എന്നാ. പിന്നെ ഓപ്പണിങ് സീൻ പൊന്നോ, എണീറ്റിരുന്ന് കഴിക്കാനുള്ള വകുപ്പുണ്ട്. ഓപ്പണിങ് സീൻ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഓപ്പണിങ് ആണ്. എനിക്കോ കൽക്കിയുടെ നല്ലൊരു റിവ്യൂ കേട്ടിട്ടാണ് പോയി കണ്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയൊരു മികച്ചൊരു സിനിമയായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഇന്ത്യൻ സിനിമ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. വാക്കുകളില്ല പറയാനായിട്ട്. ഇത് എന്താ പറയുക, നമ്മൾ ഹോളിവുഡ് സിനിമാസൊക്കെ കണ്ട് എനിക്ക് അത് കാണുമ്പോൾ അവിടുത്തെ ഒരു വിഷ്വൽ എഫക്റ്റൊക്കെ വേറെ ടൈപ്പല്ലേ. ഇപ്പോൾ നമ്മളെന്ത് ബ്രഹ്മാണ്ട പടം പിടിച്ചാലും നമുക്കൊരു എന്താ ഒരു വേറെ ടച്ച് ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഗ്രാഫിക്സിലും വിഷ്വൽസിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ട്രെയിലർ കണ്ടപ്പോ എന്താണ് ഇന്ത്യൻ ഫിലിം ഫ്ലോപ്പ് ആയിരിക്കും എന്നൊക്കെ, ഡ്യൂണിന്റെ കോപ്പി അടിന്നൊക്കെ. പക്ഷെ ഇത് സോ മച്ച് ബെറ്റർ ദാൻ ഡ്യൂൺ. അല്ലേ? പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. വിഷ്വൽസ് മേക്കിങ് അത് മഹാഭാരതമായിട്ട് കണക്ട് ചെയ്തേക്കണത്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ മൂവീസ് ആ പ്രതീക്ഷകളൊക്കെയാണ് സിനിമനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്. ഈ ഇപ്പോൾ കണ്ടത് വെറും ഗ്ലിംസാണ്. ഈ കഥ ഒന്നും ആയിട്ടില്ല ഇതിനകത്ത്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് അതിനകത്ത് ഒരു സ്ഥലം കാശി കുരുക്ഷേത്ര ഭൂമി, പിന്നെ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിനെക്കുറിച്ചൊക്കെ അതെന്താണെന്നുള്ളത് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രഭാസിൻ്റെയും ദീപിക പദുക്കോണും അമിതാഭ് ബച്ചനൊക്കെ അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങൾ അതിലേക്ക് നമ്മളെ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഇത്തിരി എന്താണ് കുറച്ച് ഇംഗ്ലീഷ് സിനിമകളുടെ ടച്ച് ഉണ്ടെങ്കിലും അത് അങ്ങനെ ഫീൽ ചെയ്യില്ല. അത് ബെറ്ററാണ്, ഇത് അതിൻ്റെ അത്ര വന്നില്ല അങ്ങനെ പറയാനുള്ളൊരിട ഈ ഒരു സിനിമ കൊടുത്തിട്ടില്ല. ഇത് എത്ര ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ബെസ്റ്റായിട്ട് ചെയ്യുന്നത്. നമ്മളുടെ കൾച്ചറിന് പറ്റിയ രീതിയിലാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തേക്കണത്. നമ്മുടെ കൾച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്ത്, നമ്മുടെ പുരാണങ്ങൾ റിലേറ്റ് ചെയ്ത്, പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത്, എന്താണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ മനുഷ്യരാണ് ഭൂമിയിൽ ജീവിച്ചത്. മനുഷ്യർ ഇവിടെ വന്ന് എല്ലാം നശിപ്പിച്ചു. പിന്നെയും ഒരു എന്താ പറയുക, ദൈവം 6000 വർഷത്തിന് ശേഷം വീണ്ടും പിറവി കൊള്ളും. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു സിനിമ. അതിന് ഇത്രയും എന്താണ് സാധ്യതകൾ, സംവിധായകൻ അതിന് എന്താണ് നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. ഫ്യൂച്ചർ പടങ്ങൾ നല്ല പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ്. രോമാഞ്ചിഫിക്കേഷനാണ് പടം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ്, ഒരു വ്യത്യസ്തമായ അനുഭവം. പിന്നെ നാഗശ്വിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നോക്കി വെച്ചേക്ക് പുള്ളിയുടെ സിനിമകൾ. മുമ്പ് വേറെ മഹാനടി എന്ന് പറഞ്ഞൊരു പടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാഗശ്വിൻ എന്നുള്ള പേര് കേൾക്കുന്നത്. അദ്ദേഹം ചെയ്തു വെച്ചേക്കണ സംഭവം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ SS രാജമൗലി, പിന്നെ ശങ്കർ, അവരുടെയൊക്കെ ഒരു ലിസ്റ്റിലേക്ക്, മണിരത്നം, അവരുടെയൊക്കെ ലിസ്റ്റിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നൊരു ഇന്ത്യൻ ഫിലിം മേക്കർ തന്നെയാണ് പുള്ളിയുടെ ഒരു മേക്കിംഗ്. പുള്ളി ഇതിന് എത്ര സമയമെടുത്തു, എന്തൊക്കെ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്, അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ ചെയ്തു വെച്ചേക്കണത് പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനി മഹാഭാരത യുദ്ധകഥകളിലേക്കൊക്കെ ഇനി പോകുമോ അങ്ങനെ എന്താണെന്നറിയില്ല. ഇനി വരാൻ പോകുന്ന അടുത്ത പടങ്ങൾ വേറെ ലെവലായിരിക്കും. അപ്പോൾ
ഇനിയും ക്യാരക്ടറുകൾ ഇനിയും വരാനുണ്ട്, ചില ട്വിസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചുരുളഴിച്ചാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഗ്രാഫിക്സ് ഇട്ട് ഇത്രയും മനോഹരമാക്കി പടം എടുത്ത നാഗശ്വിന് എന്താണ് നമ്മൾ നന്ദി പറയുന്നു. എന്താണ് നമ്മൾ കൊടുത്ത പൈസക്കും അദ്ദേഹം അത് പ്രൊഡ്യൂസർക്ക് ചെയ്ത എന്താണ് പറയുക, നീതി എന്ന് പറയും. മറ്റേ ഇതിനു മുമ്പൊരു പടം ഉണ്ടല്ലോ പ്രഭാസിൻ്റെ, ഒരു 6000 കോടി വധം, എന്താ ആദിപുരുഷ്. ഇതിനകത്തറിയാം ഇതെങ്ങനെയാണ് 600 കോടിക്ക് ഇത് ചെയ്തു വച്ചേക്കണ ഇരുന്ന് കാണുന്നതല്ലായിരിക്കും. അത്ര നല്ല രീതിക്കാണ് ഇത് പ്രസൻറ്റ് ചെയ്തേക്കണ. ഇതാണ് എന്താണ് സിനിമ, ഇതാണ് ഒരു എപ്പിക് പടം എന്ന് പറയാം. ഇപ്പോൾ ഈ സിനിമ നല്ലൊരു സൗണ്ട് എഫക്റ്റ് ഉള്ള, നല്ല വിഷ്വൽ തരുന്ന, തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണണം. ഒരു ഊള തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കണം. OTT-ലൊന്നും കണ്ടിട്ട് ഒരു പ്രയോജനമില്ല ഈ സിനിമ. ഞാൻ 3D-യിലാണ് കണ്ടത്. 3D-യിൽ എനിക്ക് 2D ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാൽ പോലും 3D-യിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഇങ്ങനെ 2D-യിലിരുന്ന് കാണുന്നതാണ് കൂടുതൽ താല്പര്യം. പക്ഷേ 3D ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3D-യിലാണ് കണ്ടത്. പക്ഷേ 3D-യും ബെസ്റ്റായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. സിനിമ തിയേറ്ററിൽ പോയി കാണുക. ബൈ. ഇപ്പോൾ കഥയിലേക്ക് ഞാൻ കൂടുതലെടുത്ത് പറയുന്നില്ല, അത് കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ പോയി തന്നെ കാണുക, ബെസ്റ്റ് മൂവിയാണ്. ഓക്കെ എന്നാൽ ബൈ.